ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരുവിധം എല്ലാ അറബിക് റൈസിൻ്റെയും കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് എടുക്കണേ. പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞു പോവുള്ളൂ. നമുക്കങ്ങനെ ഈ ഒരു ചട്നി അരഞ്ഞു പോവരുത്. അപ്പോൾ ഇതുപോലൊരു ചോപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോയിട്ടില്ല. നമ്മളിത് മിക്സിയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരുപാട് അരഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ചോപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് അറബിക് റൈസിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ.